മലൈക്കോട്ടൈ വാലിബൻ നമ്മുടെ മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ പ്രസ് മീറ്റ് കാണുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ചൊക്കെ ഇവൻറ്റുകളുടെ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാലേട്ടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് 7:30 മക്കളെ ട്രെയിലർ വരുന്നു. ജിമ്മിൽ പോലും പോവാതെ അങ്ങനെ വെയിറ്റ് ചെയ്ത് തലയൊക്കെ ഷോക്ക് അടിച്ച് മുടിയൊക്കെ നീച്ച് 7:30 സാധനം വന്നില്ല. വീണ്ടും ഒരു അപ്ഡേറ്റ് ലാലേട്ടൻ്റെ പേജിൽ വരികയാണ്, വെയിറ്റ് ചെയ്യടാ ഈ മക്കളെ വരുന്നു. അങ്ങനെ വന്നിട്ടാ 8 മണിയാവുമ്പോൾ മലൈക്കോട്ടൈ വാലിബൻ കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോത് നിജം സംഗതി വന്നിരിക്കുകയാണ് മക്കളെ. അപ്പം ഇനി കാണാം. ഇനി കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. ജയം അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല. ഞാനും ആ ലഹരിയിൽ മതിമറന്നാൽ അതിലൊളിഞ്ഞിരിക്കുന്ന ചതി കണ്ടെത്താൻ കഴിയില്ല. ഓ, അതായത് ചതി, റിവഞ്ച്, ജയം. മൊത്തത്തിൽ ഇന്ന് രാവിലത്തെ പ്രസ് മീറ്റ് കണ്ടവർക്ക് അറിയാം. അതിനകത്ത് ലിജോ ജോസ് പല്ലിശ്ശേരി പറയുന്നുണ്ട് ഇതിനകത്ത് റിവഞ്ചൊക്കെ ഉണ്ട് ഈ സ്റ്റോറിക്കകത്ത്. പിന്നെ അത് കാലം സമയമൊന്നും ഇല്ലാത്ത ഒരു തരം സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ സിനിമ കണ്ടിട്ട് ഇത് ഏത് കാലഘട്ടത്തിൽ എങ്ങനെയെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ അവർ മനസ്സിലാക്കിയെടുക്കണം. ഡെഫിനറ്റ്ലി സ്പൂൺ ഫീഡിങ് അല്ല. അതുകൊണ്ട് സ്ഥലമോ കാലമോ ഒന്നും പറയുന്നില്ല അതിനകത്ത്. ജസ്റ്റ് ആ സ്റ്റോറി പറഞ്ഞിട്ട് പോവുകയാണെന്നുള്ളത്. അതിനകത്ത് റിവഞ്ച് ഉണ്ട്, പ്രേമമുണ്ട്, ഇടിയുണ്ട്, അടിയുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് പെർഫെക്റ്റ് തിങ്. ഫസ്റ്റ് തന്നെ ട്രെയിലറിൻ്റെ തന്നെ അതിനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഇന്ന് മാങ്ങോട്ടുകളരിയുടെ ആയുധം കൂട്ടും ചതിയാണ്. ഓ, സായിപ്പന്മാര്, അടിമ ഫൈറ്റ്, ചതി. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമാണ്. സായിപ്പന്മാര്, തമ്പുരാക്കന്മാര്, അടിമകള്, ആ ഒരു ടൈം. കരയണം, ചോര വീഴണം, കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും. ഹെർക്കുലീസ് ഒക്കെ ഉണ്ടല്ലേ പണ്ടത്തെ സിനിമ, അതിനകത്തൊക്കെ ഉണ്ടല്ലോ 2 തൂണിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ട് ഹെർക്കുലീസിന്, അതുപോലെ ഇരിക്കുന്നു. ഓ, ലാലേട്ടൻ പറഞ്ഞതാണ് രാവിലെ തിയേറ്റർ കിടുങ്ങുമെന്ന് വെച്ചപ്പോൾ. കിടുങ്ങില്ലെങ്കിൽ ഇന്നൊന്നും പറയരുത്, ഇത് കിടുങ്ങും തോന്നുന്നുണ്ട്. ആ സീൻ ടീസറിനകത്ത് മറ്റേ ഷാളെറിഞ്ഞ സീൻ, അതിലടിക്കാൻ വരുമ്പോൾ ആളെ മുഖത്തേക്ക് സാധനം എറിയാണ് ലാലേട്ടൻ. ഇപ്പൊ കിട്ടി. വില്ലൻ ഡെഫിനറ്റ്ലി വില്ലൻ. വില്ലൻ തന്നെ, ഒന്നല്ലേ വില്ലൻ. അതാ മ്യൂസിക്, മാന്ത്രികത്തിന് കൊണ്ട മ്യൂസിക്കാണോ? അല്ല. മോഹൻലാൽസ് അവതാരം. മലൈക്കോട്ടൈ വാലിബൻ. എന്നാലും എൻ്റെ വാലിബൻ ടീമേ ലാലേട്ടനെ കുറെ കാണിച്ചില്ലല്ലോ. നിങ്ങൾ എന്താണോ രാവിലെ പ്രസ് റിലീസിൽ ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞത്, ആ സംഗതികൾ തന്നെ ഇങ്ങനെ വെച്ച് പോയടേ. ഒന്നും കാണിച്ചു തന്നില്ല. ലാലേട്ടൻ്റെ ഇൻട്രോ മേ ബി ആ ചങ്ങല പിടിച്ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ മറ്റേ ഗത പിടിച്ചടിക്കുക. അതേ ആ സാധനം എന്തോ ചുറ്റി അടിക്കാൻ വരുന്ന സാധനം ഉണ്ടല്ലോ, അതെടുത്ത് അടിക്കാൻ വരുമ്പോൾ ഷോൾ എടുത്ത് എറിയുന്നതായിരിക്കാം. ചിലപ്പോൾ വാളും കൊണ്ടാവും. എൻ്റെ മോനെ ലിജോ ജോസ് പല്ലിശ്ശേരി മാൻ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം,
അതായത് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ചങ്ങലക്കിട്ട് വെച്ചൊരു കൊടൂര ലാലേട്ടൻ ഫാൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ തന്നെ പല വീഡിയോയിലും പറഞ്ഞ് എനിക്ക് ട്രോള് കിട്ടിയിട്ടുണ്ട്. ലാലേട്ടൻ ഡെലിവർ ചെയ്യാതെ ആയപ്പോഴാണ് ഞാൻ പൃഥ്വിരാജ് ഫാനായി മാറിയതെന്ന്. പക്ഷേ ഈ ഐറ്റൊക്കെ തിയേറ്ററിൽ കത്തിയ മോനെ, ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചങ്ങലക്കിട്ട് വെച്ച ലാലേട്ടൻ ഫാൻ സട കുടഞ്ഞ് നീക്കും. കാരണം ഞാൻ ഈ സിനിമയ്ക്ക് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുമ്പോൾ ഒന്ന് ലിജോ ജോസ് പല്ലിശ്ശേരി, ഡെഫിനറ്റ്ലി LJP, പിന്നെ ലാലേട്ടൻ. ആ ഒരു കോംബോ. ഇന്ന് ഷിബു സാർ പറയുന്നുണ്ട് മറ്റേ എന്താ പറയുക, ഒരാൾ ഭയങ്കര എന്താ പറയുക ക്ലാസ്സും മാസും അങ്ങനെ മലയാളത്തിൽ എന്തോ പറഞ്ഞാൽ ഇതിൽ എനിക്ക് കിട്ടുന്നില്ല പെട്ടെന്ന്. ഞാൻ ഔട്ടായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്ര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ട്രെയിലർ റിയാക്ഷൻ എൻ്റെ ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആൻഡ് ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല. ട്രസ്റ്റ് മീ, ഞാനിപ്പോഴാണ് ഈ സാധനം കണ്ടത്. കാരണം ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഞാൻ കാണില്ല ഉറപ്പിച്ച് ഞാൻ ഈ സംഗതി ഈ വീഡിയോയിൽ കാണും എന്നുള്ളത് ഉറപ്പിച്ചത്. കാരണം എനിക്കറിയാം ഇതിനകത്ത് ലാലേട്ടൻ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ എനിക്ക് ഗൂസ് ബംസ് വരുന്നുണ്ട്. ഭയങ്കര ഒരു രക്ഷ. അവസാനത്തെ നൃത്തം നോട്ടമൊക്കെ ഉണ്ടല്ലോ, ഭീകരം. ഇതിലിപ്പോൾ LJP പറഞ്ഞ ഒരു സാധനമാണ് എനിക്ക് ഭയങ്കര രാവിലെ സ്ട്രൈക്കിംഗ് ആയി തോന്നി. ഇതിനകത്ത് ഒരു ടൈം ലൈൻ പറയുന്നില്ല, ഒരു സ്ഥലം പറയുന്നില്ല, അങ്ങനെയൊന്നും പറയുന്നില്ല, ഒന്നും. ഇതൊരു കഥയാണ്. നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച്. ഇതൊരു സ്പൂൺ ഫീഡിങ് ആയിട്ട് നിങ്ങൾ എടുക്കണ്ട. അതായത് ഇന്ന കാലഘട്ടത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് നടന്ന സംഗതി അതൊന്നും പറഞ്ഞു തരുന്നില്ല. ഓക്കെ, ഇതിനകത്ത് റിവെഞ്ച് ഉണ്ട്, സ്നേഹമുണ്ട്, ഫൈറ്റ് ഉണ്ട്, ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഒക്കെ നമ്മൾ അസ്യൂം ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ട്രെയിലറിനകത്ത് നിന്ന് ഇപ്പോൾ എന്തൊക്കെ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഡീകോഡ് ചെയ്യുന്നവരുടെ വീഡിയോസ് ഇനി ഇരുന്ന് കാണണം. ഞാൻ ഡീകോഡിങ് അങ്ങനെ അറിയാലോ, നമുക്ക് ആപ്പ കാണുന്നത് പറയുന്നല്ലാതെ പിന്നെ ആയിരുന്നു കാണാറാണ് പതിവ്. പക്ഷെ ഇതിനകത്ത് ഉണ്ടടയെല്ലാം ഒരു രക്ഷയില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് അങ്ങനെ സായിപ്പന്മാർ അത് ആ ഒരു ടൈമുണ്ടല്ലോ, നാട്ടുരാജ്യങ്ങളിലേക്ക് സായിപ്പന്മാർ കടന്നു വരുമ്പോൾ അവിടുത്തെ ശക്തരായിട്ടുള്ള യോദ്ധാക്കന്മാർ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അവിടുത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ശക്തനായ ഒരു എതിരാളി, ആ സെറ്റപ്പുള്ള ഒരാളായിരിക്കണം ലാലേട്ടൻ. കളരി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മേ ബി അങ്ങനെ സംഗതി ആയിരിക്കണത്. അപ്പോൾ ആ ഒരു തീമിൽ വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ ഈസ് ദ ഓൺലി വൺ. ആരെയും എവിടെയും എപ്പോഴും അടിച്ചിടുന്ന ഒരു കൈൻഡ് ഓഫ് റിയൽ വാരിയർ ഫൈറ്റർ കൈൻഡ് ഓഫ് തിങ്. അത് തന്നെ ആയിരിക്കണം മേ ബി. ആൻഡ് തിയേറ്റർ പൂരപ്പറമ്പാവാനുള്ള എല്ലാ സാധനവും ഉണ്ട്. എന്തായാലും പക്ഷെ കുറച്ചും കൂടി തരായിരുന്നു കേട്ടോ ഒരു ലാലേട്ടൻ എഫക്റ്റ്. ആ ഒരു ടീസറിനകത്തുള്ള ഡയലോഗ് ഡെലിവറിക്ക് തന്നെ ഭയങ്കര ഒരു പവർ ഉണ്ടായിരുന്നു. ഇതിനകത്ത് അങ്ങനെയൊന്നും വെച്ചില്ല അവർ. മോണ്ടഗ്ലി ആണെന്ന് തോന്നുന്നത്. അതായത് ലാലേട്ടനെ റിവീൽ ചെയ്യുന്നില്ല കൂടുതലായിട്ട്. ലാലേട്ടൻ എന്താ എങ്ങനെയാ ഒന്നും റിവീൽ ചെയ്യുന്നില്ല. അങ്ങനെ പോയി ആകെ ലാസ്റ്റുള്ള ഇരുത്തം മാത്രം തന്ന്. ലാലേട്ടൻ ഇരുന്ന ടൈമിലൊക്കെ തിയേറ്റർ പൂരപ്പറമ്പായിട്ടുണ്ട്, അറിയാലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് പുലിമുരുകൻ പോലെ തന്നെ ഒരു ഇരുത്തം. അതിലും കുറച്ചും കൂടി സ്വാഗിലൊരു സാധനം കണ്ട്. ഫൈനലി കാരണം ഈ സിനിമയുടെ പാട്ടിനൊന്നും അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, എന്നിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അതിലെ പാട്ടിനൊന്നും പറ്റിയിട്ടില്ല. സീരിയസ് ആയിട്ട് പറയുകയാണ്. കാരണം എനിക്ക് ഒരു പാട്ട് അത്രത്തോളം ഒരു പവർ പാക്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിട്ടോ എനിക്ക് വെരി നോർമൽ സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ദിസ് ട്രെയിലർ ഡെഫിനറ്റ്ലി ലൈക്ക് ഇരുന്ന് കാണട്ടെ, 2-3 വട്ടം കാണട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഓക്കെ.